حي على الصلاة. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കാസർഗോഡുള്ള തളങ്കര ദേശത്തെ അതിസുന്ദരവും അതിപുരാതനവുമായ മുസ്ലിം ദേവാലയമാണ്. മാലിക് ദിനാർ മക്കം. ചന്ദ്രഗിരി പുഴയുടെ കുഞ്ഞോളങ്ങളെ തഴുകിയെത്തുന്ന കാറ്റ്, കൽബ് നിറക്കുന്ന ചന്ദനത്തിരിയുടെ വാസന, കാസർഗോഡ് തളങ്കരയുടെ മണ്ണിൽ പുകൾപെറ്റ ഹസ്രത്ത് മാലിക് ദിനാർ പള്ളി. കൂടുതൽ കാര്യങ്ങൾ അലി സെയ്ദ് പറഞ്ഞു തരുന്നതാണ്. പ്രവാചക കാലത്ത് തന്നെ മക്കയിലേക്ക് പോയ പെരുമാൾ ചക്രവർത്തിയുടെ യമനിൽ നിന്നുള്ള വിയോഗശേഷം കേരളത്തിലേക്ക് മതപ്രബോധനത്തിനായി വന്ന മാലിക് ബിനു ഹബീബ് ബിനു മാലിക്കുദ്ദീനാർ സംഘം കേരളത്തിൽ പണിത 10 പള്ളികളിൽ അക്കാലത്ത് തന്നെ പണിയപ്പെട്ട ഹിജ്റ 21 പള്ളിയാണ് കാസർകോട്ടെ തളങ്കരയിലെ മാലിക്കുദ്ദീനാർ പള്ളിയെന്ന് അറിയപ്പെടുന്ന ഈ പള്ളി. മാടായിൽ നിന്ന് കണ്ടെത്തിയ താരിഖുൽ ഇസ്ലാം ഫി ദിയാറിൽ മലബാർ ഭാഗങ്ങളിലെ ഇസ്ലാം മത പ്രബോധന ചരിത്രമെന്ന് പറഞ്ഞ് അറബിയിലുള്ള കയ്യെഴുത്ത് പ്രതി അഥവാ മാലിക്കുദ്ദീനാർ സംഘത്തിലെ ഹബീബിൻ്റെ പുത്രൻ മാലിക് ബിൻ ഹബീബ് എഴുതി എന്ന് തന്നെ വിശ്വസിക്കപ്പെടുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീനും ഉമർ സുഹ്റവർദിയുടെ താരിഖുൽ മുലൂക്കിനും ഒക്കെ മുമ്പുള്ള ഈ ഒരു കയ്യെഴുത്ത് രേഖ പ്രകാരം ഈ പള്ളി പണിയപ്പെട്ടത് മാലിക്കുദ്ദീനാർ സംഘം തന്നെയാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മാലിക്കുദ്ദീനാർ ആണെന്നാണ് പറയപ്പെട്ടു വരാറുള്ളത്. ദീനാർ കേരളത്തിലെ മതപ്രബോധന ദൗത്യശേഷം ഖുറാസാനിലേക്ക് മടങ്ങിപ്പോവുകയും അവിടെ നിന്ന് മരണപ്പെട്ട് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതുമായി താരീഖു സഹാബ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവിടെ മാലിക് ബിൻ ഹബീബാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബറിടമാണ് ഇതെന്ന് ഇവിടെയുള്ള ലിഖിതങ്ങളിലൂടെ 2 ലിഖിതങ്ങൾ ഇവിടെ കാണാം, നമുക്ക് മനസ്സിലാവും. പക്ഷേ മാലിക്കുദ്ദീനാറാണ് എന്നാണ് വിശ്വാസികൾ പറഞ്ഞു വരാറുള്ളത്. അത് തെറ്റാണ്. ഇനി നമുക്ക് പള്ളിയെ പറ്റിയുള്ള ഒരു ഐതിഹ്യ കഥ കേൾക്കാം. നിസ്കരിക്കുന്നവർക്ക് അംഗശുദ്ധി വരുത്തുന്നതിനായി ഒരു ഹൗളുണ്ടായിരുന്നു. ഹൗളിൻ്റെ അടിയിൽ വിരിക്കാനായി 2 വലിയ പാറക്കല്ലുകൾ എത്തിക്കുകയുണ്ടായി. ഒരു തോണിയിൽ കെട്ടിയിട്ട് ചന്ദ്രഗിരി പുഴയിലൂടെയാണ് പാറക്കല്ലുകൾ എത്തിച്ചത്. പകുതി എത്തിയപ്പോൾ പുഴയിൽ കല്ലുകൾ ആണ്ടുപോയി. എല്ലാവരും വിഷമിച്ച് നിൽക്കെ പിറ്റേത്തെ ദിവസം ഈ 2 പാറക്കല്ലുകൾ തോണിയിൽ നിന്ന് കെട്ടകറ്റി പതുക്കെ ഈ പള്ളിയുടെ അടുത്തേക്ക് നീങ്ങി വരുന്നതാണ് കണ്ടത്. സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ പ്രധാന ഖബറുകൾ സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പട്ടിൽ വിരിച്ച ഈ ഖബറുകളും പിന്നെ ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു പട്ടി വിരിച്ച മറ്റൊരു ഖബറും ഇവിടെ കാണാം. മാലിക് ദിനാറിൻ്റെ അല്ല, മാലിക് ഇബ്നു ഹബീബിൻ്റെയാണ് പ്രധാന ഖബറുകൾ. പള്ളിക്കുള്ളിൽ
കയറുമ്പോൾ പഴമയോടെ കഥ പറയുന്ന മച്ചകങ്ങൾ കരിവീട്ടിയിൽ കടഞ്ഞെടുത്ത മിനുക്കമുള്ള മരത്തൂണുകൾ, ആരെയും അത്ഭുതപ്പെടുത്തുന്ന ശില്പചാതുരി കാണാം. ഇതൊക്കെ ഇസ്ലാമിക വാസ്തുവിദ്യയിൽ നിർമ്മിച്ചവയാണ്. മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ 12 വർഷം നീളുന്ന ഹുദവി ബിരുദ കോഴ്സും നടത്തുന്നുണ്ട്. പിന്നെ 100 കണക്കിന് അനാഥ കുഞ്ഞുങ്ങൾക്ക് ആശ്രയമാകുന്ന യത്തീംഖാനയും മാലിക് ദിനാർ പള്ളിയുടെ നന്മയുടെ വഴിയിലെ തിളക്കമുള്ള അധ്യായമാണ്. മാലിക് ദിനാർ ഇസ്ലാമിക് വിമൻസ് കോളേജും പള്ളിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. വിശ്വപ്രസിദ്ധമായ പള്ളി കാണാൻ 1945 പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിരുന്നു. വിശ്വപ്രസിദ്ധമായ ഈ പള്ളി കാണാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ എൻ്റെ വീഡിയോയിലൂടെയെങ്കിലും നിങ്ങൾക്കത് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ചു വരുന്നേരം മഗ്രിബ് ബാങ്ക് കേട്ടു. അങ്ങനെ നമ്മൾ സന്തോഷത്തോടെയും നിറഞ്ഞ മനസ്സോടെയും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആളുകൾ ദൂരദേശത്ത് നിന്ന് വരുന്നത് കൊണ്ടാവാം ഇതിനു മുന്നിലുള്ള പാർക്കിങ്ങിൽ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കിടക്കുന്നത് കണ്ടു. താജ്മഹലിനേക്കാളും ശരിക്കും ഇത് വലിയ ഒരു പള്ളി തന്നെയാണ്. തിരിച്ച് നടക്കുമ്പോൾ വീണ്ടും ഒന്ന് പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു.